പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പുതിയ ഡെവലപ്മെൻറ്റ് ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ തന്നെ ടെഹ്റാൻ ഇറാനിൻ്റെ അവരെ നടുമുറ്റത്ത് വെച്ച് ഇസ്രായേൽ അത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേലാണ് അതിൻ്റെ പിന്നിലെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു സാഹചര്യം, കൂടുതൽ തീക്ഷ്ണമായ അല്ലെങ്കിൽ കൂടുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു മേഖലയിലാകെ തന്നെ ബാധിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുമോ ദാവൂദ് സാഹിബ്? അങ്ങനെയുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. അല്ല, ഇസ്മായിൽ ഹനിയെ കൊന്ന് ഇപ്പോൾ ഇസ്മായിൽ ഹനിയയുടെ ഫ്യൂണറൽ ഇന്നലെയാണ് കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം മൊത്തം ആ പ്രദേശത്തിൻ്റെ ആ ഒരു ജോഗ്രഫിയുടെ തന്നെ അന്തരീക്ഷം ടെൻസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു, ലെബനനിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് റദ്ദാക്കിയിരിക്കുന്നു, ഇറാനിലേക്കുള്ള ഫ്ലൈറ്റ് സർവീസ് റദ്ദാക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ലോകത്ത് എയർലൈൻസുകളെല്ലാം ഫ്ലൈറ്റ് സർവീസ് റദ്ദാക്കുക എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം നിലക്കാണ് അതിൻ്റെ സ്പൈറലിംഗ് എഫക്റ്റ് ഉണ്ടാകുക നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ ഹനിയെ കൊന്നതിന് ശേഷം ഒരുതരം ജുബിലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇസ്രായേലിലുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. പക്ഷേ ഇന്ന് അവിടുന്ന് ടെലവീവ് എന്നുള്ള റിപ്പോർട്ടുകൾ, ടെലവീവിലെ നഗരങ്ങളിൽ പോലും ആളുകളില്ലാതായിരിക്കുന്നു എന്നുള്ള ആ നിലക്കുള്ളൊരു മൂഡിലേക്ക് മൊത്തം രാജ്യം പോകുന്നു. സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നൊരു ഫീൽ ആ മേഖലയിൽ മൊത്തമുണ്ട്. ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുക, സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നൊരു ഫീൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ന് വിചാരിക്കുക. അതുണ്ടാക്കുന്ന ഒരു ആഘാതം, അത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ആഘാതം, പ്രൊഡക്ഷനിലുണ്ടാക്കുന്ന ആഘാതം, കൊമേഴ്സിലുണ്ടാക്കുന്ന ആഘാതം എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ മേഖലയെ മൊത്തം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിനെന്താണ് കാരണം എന്ന് വെച്ചാൽ ഇസ്മായിൽ ഹനിയെ ഇവർ കൊന്നതാണ്. ഇസ്മായിൽ ഹനിയെ കൊന്നതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഹമാസിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന നേതാക്കളേക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ട നേതാക്കളുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൽ ജസീറയിൽ ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അൽ ജസീറ അറബിക്കിൽ. അവർ ആ ഇൻ്റർവ്യൂവിൽ വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആങ്കർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നു, നോക്കൂ, ഈ ആങ്കറുടെ പേര് വിളിച്ചിട്ട് നമ്മളൊരു പരീക്ഷാ ഹാളിൽ കയറുന്നു, നമുക്ക് കുറച്ച് ആശങ്കയുണ്ടാകും. പക്ഷേ ഈ പരീക്ഷയിൽ നമ്മൾ നിശ്ചയമായും വിജയിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന സന്ദർഭത്തിൽ നമുക്ക് പുഞ്ചിരിയാണല്ലോ ഉണ്ടാകുക. അപ്പോൾ രക്തസാക്ഷിത്വം കുതിക്കുന്ന പരീക്ഷയിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഈ സംസാരിക്കുന്ന ഹനിയയുടെ മരുമകൾ, അവരുടെ ഭർത്താവ് ഈ കഴിഞ്ഞ ബലിപെരുന്നാളത്തിൽ കൊല്ലപ്പെട്ട ആളാണ്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജനതയുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ നേതാവിനെ കൊന്നുകൊണ്ട് ഒരു കാര്യമില്ല. പക്ഷേ അത് നേതാവിനെ തന്നെ കൊന്നു എന്നുള്ളത് ഗൗരവത്തിലാണ് അവരെടുത്തിരിക്കുന്നത്. അത് പ്രതികാരം ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ നാളെ ഉണ്ടാവും, മറ്റന്നാൾ ഉണ്ടാവും എന്നുള്ളതല്ല, ആ മേഖലയുടെ സമാധാന അന്തരീക്ഷത്തെ അത് അതിഭയങ്കരമായിട്ടത് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോകത്തെ തന്നെ ബാധിക്കും, ലോക സമ്പദ്ഘടനയെ ബാധിക്കും, ലോക രാഷ്ട്രീയത്തെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം, ഫലസ്തീനികൾക്ക് സമാധാനം, ഇത് ലഭിക്കാത്തിടത്തോളം കാലം ലോക സമാധാനം സാധ്യമല്ല എന്നുള്ളതാണ് അടിസ്ഥാന വസ്തുത. ഫലസ്തീനികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലേക്ക് ലോകം സഞ്ചരിക്കുവാൻ ഹനിയയുടെ രക്തസാക്ഷിത്വം കാരണമാകുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. അജിം സിംഗിനെ ഒരു പ്രതികാരത്തിൻ്റെ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ സംസാരിച്ചത്. ഹിസ്ബുള്ളയുടെ ഒരു ടോപ്പ് കമാൻഡർ കൊല്ലപ്പെട്ടു, അദ്ദേഹവും അവിടെ നിന്ന് പ്രതികാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇറാൻ്റെ എല്ലാത്തരം അവരുടെ ഇൻ്റലിജൻസിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ ഒരു സംഭവം അവരുടെ തലസ്ഥാനത്തുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇറാനിന് അതിനുള്ള ശേഷി ഉണ്ട്, അല്ലെങ്കിൽ അവരത് തിരിച്ചടിക്കുമെന്ന് കരുതാനുള്ള സാഹചര്യം? ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നതിന് മുമ്പ് അവർ ചെയ്യുന്നത് വളരെ ആഭ്യന്തരമായൊരു കാര്യമാണ്. ഇന്ന് 12 രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഇറാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല അവർ. കാരണം അവരുടെ ഇൻ്റലിജൻസ് വിങ്ങിലെ 12 പേരെ. കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലാണ് ഹനിയെ കൊന്നത് എന്ന് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അതെല്ലാവർക്കും അറിയാം. എങ്കിൽ അത് ആരുടെ വീഴ്ചയാണെന്ന് വെച്ചാൽ ഇറാൻ്റെ തന്നെ വീഴ്ചയാണ്. കാരണം 2 മാസം മുമ്പ് അവിടെ അദ്ദേഹം താമസിച്ച മുറി കൊണ്ട് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാൻ ഇതുവരെ ഉണ്ടായിരുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന റെപ്യൂട്ടേഷൻ അങ്ങ് ഇല്ലാതെ പോയി. ഇപ്പോൾ ഹനിയെ അവിടെ 2 മാസം മുമ്പ് ബോംബ് വെച്ച് കൊല്ലാൻ കഴിയുമെങ്കിൽ ഇറാൻ പ്രസിഡന്റ് ജീവൻ എന്ത് വില? ആ തെഹ്റാനിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവൻ എന്ത് സുരക്ഷയുള്ളത്? അവർ നേരിടുന്ന പ്രശ്നം അതാണ്. അല്ലാതെ നാളെ പോയിട്ട് ഇസ്രായേലിനെ അടിക്കുക എന്നുള്ള എല്ലാവരും നോക്കുന്നത്. അവരുടെ പ്രശ്നം അവർക്കകത്ത് മൊസാദ് ഏജൻസ് ഉണ്ട്, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ 12 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെടുക്കുന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇപ്പോൾ അവിടെ നാണം കെട്ട് നിൽക്കുന്ന ഇറാനാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വളരെ ജൂബിലൻ്റാണ്. ഞങ്ങൾ അവരുടെ ഒരാളെ കൊന്നു, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്ന നെതന്യാഹുവിന് ഇനി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അദ്ദേഹം പോകാം. അത് അദ്ദേഹത്തിന് ആഭ്യന്തരമായി തന്നെ ഈ നെതന്യാഹുവിന് ഭയങ്കര റേറ്റിംഗ് ഉണ്ടാക്കും.
ഒരാളെ കൊന്നു, നമ്മളൊരു വെടിനിർത്തൽ കരാർ സാധ്യമാക്കി, ബന്ദികളെ മോചിപ്പിച്ചു. ഹമാസ് ആകട്ടെ ഇത്തരം വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഈ കാര്യത്തിൻ്റെ പേരിൽ പിന്മാറുകയില്ല. നെതന്യാഹുവിന് ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുക്കുമല്ല, നെതന്യാഹുവിന് ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ആളെ കൊന്നു, നമ്മളെന്താണ് ഈ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ പോയി കൊല്ലാൻ ക്യാപ്പബിലിറ്റി ഉള്ളവരാണ്. ഒക്ടോബർ 7 ഉണ്ടാകുന്ന സെക്യൂരിറ്റി ബ്രീച്ചിന് ഒരു മറുപടിയായിട്ട് കൂടി ഇതിനെ കാണാം അല്ലേ. ഒക്ടോബർ 7 നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുക, ഇതാ നമ്മൾ അവിടെ കൊന്നിരിക്കുന്നു, നമ്മുടെ സിസ്റ്റം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിന് എന്ത് ചെയ്യാം, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയിട്ട് ബന്ദികളെ മോചിപ്പിക്കാം. പക്ഷെ നെതന്യാഹു അത് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് ഇനി കാണേണ്ട കാര്യം. മറ്റൊന്ന്, ഇറാൻ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എന്താണ് തിരിച്ചടി കൊടുക്കാൻ ഖാംനെയി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വന്ന വാർത്ത. എങ്കിൽ പോലും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു മറുപടി, ഒരു ടോക്കൺ മറുപടി എന്നല്ല, മുമ്പ് നമ്മൾ കുറച്ച് മിസൈലുകളൊക്കെ അയച്ച് കണ്ടതാണ് ഇറാനിൽ നിന്ന്. അതിലൊരു ടോക്കൺ മറുപടിയിലേക്ക് നീങ്ങിക്കൊണ്ട് ഞങ്ങൾ ആ മറുപടി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രതിച്ഛായ സംരക്ഷിക്കുകയാണോ ചെയ്യുക, അതല്ല ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് ഈ ഇറാനും ഇറാൻ്റെ സഖ്യകക്ഷികളും ഹൂത്തികളും ഹിസ്ബുള്ള എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതിലേക്ക് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇറാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ്. ഇറാൻ അടിയന്തരമായി അവർ പരിഹരിക്കേണ്ട പ്രശ്നം അവരുടെ അകത്ത് തന്നെയാണ്. അത് പരിഹരിച്ചാൽ മാത്രമേ ഇറാന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിന്നുകൊണ്ട് അമേരിക്കയും ഇസ്രായേലിനും വെല്ലുവിളിക്കാൻ പറ്റും. അവരുടെ വെല്ലുവിളി വാചോടാപം മാത്രമായിരിക്കുമെന്നാണ് പിന്നെ അല്ലെങ്കിൽ തെളിയിക്കുക. തീർച്ചയായും പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ ആകത്തന്നെ സമാധാനം, അതിന് ഇറാൻ്റെ നടപടികൾ, ഇസ്രായേൽ അമേരിക്കയും കൈക്കൊള്ളുന്ന നടപടികൾ വരും മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഔട്ട് ഓഫ് ഫോക്കസ് ഇന്ന് സമാപിക്കുന്നു. നമസ്കാരം.